നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളിൽ ഏറ്റവും പുരാതനമായ വിദ്യയാണ് ഹംസവിദ്യ. ആദ്യത്തെ വിദ്യ ഹംസവിദ്യയാണ്. എപ്പോഴുണ്ടായെന്ന് ആർക്കും അറിയില്ല. ഇനി ഈ ഭൂമുഖത്ത് ജീവികളുള്ള കാലത്തോളം ഇത് നിലനിൽക്കുകയും ചെയ്യും. ഇത് സനാതനമാണ്. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഹംസവിദ്യയുടെ പ്രയോജനം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിന് ഉപകരിക്കുന്ന ഏക വിദ്യ ഹംസവിദ്യയാണ്. സനാതന ധർമ്മത്തിന് 4 പാദങ്ങൾ പറയുന്നുണ്ട്. ആ 4 പാദങ്ങളോടുകൂടി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു സത്യയുഗം, കൃതയുഗം, സത്യയുഗം. അതുകൊണ്ടാണ് ബുദ്ധി പ്രകാശിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് പോളാണ് കലിയുഗം. അതുകൊണ്ടാണ് അതിൻ്റെ ബുദ്ധിയുടെ പ്രകാശം കുറഞ്ഞ് ഇരുട്ടിലേക്ക് പോകുന്നത്. ഹംസവിദ്യ. സ്വാമി, ബാക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ നിരവധി തവണ ഈ പറയുന്ന സബ്ജക്റ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പല മീഡിയാസിലേക്ക്. എന്നാലും ജനങ്ങൾക്കിടയിൽ ഹംസവിദ്യ എങ്ങനെയാണ് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഉപയോഗം വരുന്നത്, എന്താണ് ഹംസവിദ്യ മറ്റുള്ളതിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കുന്നത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹംസവിദ്യയുടെ തുടക്കത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും നല്ലത്. തീർച്ചയായും നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളിൽ ഏറ്റവും പുരാതനമായ വിദ്യയാണ് ഹംസവിദ്യ. ആദ്യത്തെ വിദ്യ ഹംസവിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഇത് സനാതനമാണ്. ശരി. എപ്പോഴുണ്ടായെന്ന് ആർക്കും അറിയില്ല. ഇനി ഈ ഭൂമുഖത്ത് ജീവികളുള്ള കാലത്തോളം ഇത് നിലനിൽക്കുകയും ചെയ്യും. ഇത് സനാതനമാണ്. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഹംസവിദ്യയുടെ പ്രയോജനം എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിന് ഉപകരിക്കുന്ന ഏക വിദ്യ ഹംസവിദ്യയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭം എന്ന് പറയുന്നത് നമ്മുടെ യുഗങ്ങളെ 4 എണ്ണമാക്കി വിഭജിച്ചിട്ടുണ്ടല്ലോ. അതെ. അതിൽ സത്യയുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എല്ലാ ആളുകളും ഉപാസിച്ചിരുന്ന വിദ്യയായിരുന്നു ഹംസവിദ്യ. അപ്പം സത്യയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളും ധർമ്മിഷ്ഠന്മാരായിരുന്നു. മഹാഭാരതത്തിൽ ആ കാലത്തെക്കുറിച്ച് ശാന്തിപർവത്തിൽ ഭീഷ്മർ പറയുന്നുണ്ട്. ന രാജ്യം ന ച രാജാസീത് ന ദണ്ഡോ ന ച ദാണ്ഡിക ധർമ്മേണൈവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. രാജാവില്ല, രാജ്യമില്ല, ഭരിക്കുന്നവനില്ല, ഭരിക്കപ്പെടുന്നവനില്ല, ശിക്ഷിക്കുന്നവനില്ല, ശിക്ഷിക്കപ്പെടുന്നവരില്ല. അപ്പോൾ എല്ലാവരും ധർമ്മത്തിൻ്റെ മൂർത്തികളായിരുന്നു. അപ്പോൾ ആ അത്രയും ഉത്ബുദ്ധമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അന്നേ ആളുകൾ ഉപാസിച്ചു വരികയും പിന്നീട് കാലപ്പഴക്കം, അതായത് കാലത്തിരി അടുത്ത യുഗത്തിലേക്ക് കടക്കുമ്പം മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഈ ധാർമ്മിക അവബോധം കുറവ് വന്നു. ഇപ്പം നമ്മുടെ പുരാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ സനാതന ധർമ്മത്തിന് 4 പാദങ്ങൾ പറയുന്നുണ്ട്. ആ 4 പാദങ്ങളോട് കൂടി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു സത്യയുഗം. അടുത്ത യുഗമാകുമ്പോഴേക്ക് അതിൻ്റെ ഒരു കാല് പോയി. അടുത്ത യുഗം ആകുമ്പോഴേക്ക് വേറെ കാല് പോയി. ഇപ്പോൾ ഈ കലിയുഗം എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ ധർമ്മം നിലനിൽക്കുന്ന ഒറ്റക്കല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിലോസഫി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. മനുഷ്യൻ്റെ ബോധം ഏറ്റവും കൂടുതൽ പ്രകാശിച്ചിരുന്ന ഒരു കാലഘട്ടം, അത് ഏറ്റവും കുറച്ച് പ്രകാശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്കുള്ളതാണ് കാലത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പം അങ്ങനെ ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ കാലം ചാക്രികമാണ്. ശരിക്കും സത്യയുഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ധാരാളം സൗരയൂഥങ്ങളുണ്ട്. ഇത് ചേർന്നതാണ് പ്രപഞ്ചം. അപ്പോൾ ഈ സൗരയൂഥങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന വേറൊരു ശക്തിയുണ്ട്. അതിനെ വിഷ്ണുനാഭി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ വിഷ്ണുനാഭി എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കറക്കത്തിനിടയിൽ നമ്മുടെ ഈ സോളാർ സിസ്റ്റം, അതിൽ ഭൂമി നിൽക്കുന്ന ഭാഗം വിഷ്ണുനാഭിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലഘട്ടമാണ് കൃതയുഗം, സത്യയുഗം. അതുകൊണ്ടാണ് ബുദ്ധി പ്രകാശിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് പോളാണ് കലിയുഗം. അതുകൊണ്ടാണ് അതിൻ്റെ ബുദ്ധിയുടെ പ്രകാശം കുറഞ്ഞ് ഇരുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ
ഈ ചക്രത്തെ 24,000 വർഷത്തെ കാലഗണനയാണുള്ളത്. ഈ ഒരു ഭൂമി ഈ വിഷ്ണുനാഭിയുടെ അടുത്തെത്തി കറങ്ങിത്തിരിച്ച് അടുത്ത തവണ അവിടെ എത്തുമ്പോഴേക്ക് 24,000 വർഷം എടുക്കും. അപ്പോൾ അതിന് പിന്നെ നമ്മുടെ ആര്യഭടനൊക്കെ 2 ഭാഗമാക്കിയെടുത്തു. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിനെ ആരോഹണ യുഗം എന്നാണ് പറയുന്നത്. പിന്നെയുള്ള അവരോഹണ യുഗമാണ്. ആരോഹണ യുഗത്തിലെ കലിയുഗം കഴിഞ്ഞിട്ട് അവരോഹണത്തിലെ കലിയുഗമാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് റിവേഴ്സാണ് പോകുന്നത്. പിന്നെ കലിയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, സത്യയുഗം. അപ്പോൾ ഇങ്ങനെ കാലത്തിൻ്റെ ഈ കറക്കത്തിനിടയിൽ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമെന്ന് സാങ്കേതികന്മാർ പറയുന്ന അവ്യക്തം എന്ന് പറയുന്ന പ്രതിഭാസം, അതിൻ്റെ സാന്നിധ്യം ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ ആളുകളും ഈ വിദ്യ ഉപാസിച്ചിരുന്നു. എന്താണ് ഈ വിദ്യയുടെ ഒരു ആളുകൾക്കുള്ള ഗുണം എന്ന് വെച്ചാൽ, ശരിക്കു പറഞ്ഞാൽ ആനന്ദം അനുഭവിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ആനന്ദം എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ, നമ്മുടെ മനോധർമ്മങ്ങളിൽ മാലിന്യങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ്. ഈ മനസ്സിലെ മനോമാലിന്യങ്ങളെ കളയാനുള്ള ഏക ഉപാധിയാണ് ഹംസവിദ്യ. അപ്പോൾ വിദ്യയുടെ ഉപാസനയിലൂടെ മാലിന്യങ്ങൾ ഓരോന്നായി ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാകും, ലാഘവത്വം ഉണ്ടാകും. മനസ്സ് ലാഘവത്വത്തിലേക്ക് പോകും. പിന്നെ പതുക്കെ പതുക്കെ ആനന്ദം അനുഭവിച്ചു തുടങ്ങും. ഇങ്ങനെ അനുഭവിച്ചു വരുന്ന ആനന്ദം വർദ്ധിച്ച് വന്നിട്ട് പരമാനന്ദത്തിലേക്കെത്തും. അങ്ങനെ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രക്രിയയെ ആ പരമാനന്ദം എന്ന് പറയുന്ന ആ അനുഭൂതിയിലേക്ക് സ്ഥിരമായി ഉറപ്പിച്ചു നിർത്തുന്ന ആ പ്രക്രിയയാണ് മഹാസമാധി എന്ന് പറയുന്നത്. മഹാസമാധി. അപ്പോൾ മഹാസമാധി മരണമല്ല, നിത്യമായിട്ടുള്ള ആനന്ദത്തിലേക്ക് അങ്ങോട്ട് ലയിക്കുകയാണ്. അത് യോഗസൂത്രത്തിലൊക്കെ പറയുന്നത് ധർമ്മമേഘ സമാധി എന്നൊരു പദമുണ്ട്. അത് സമാധി എന്ന് പറയുന്ന ആ അവസ്ഥ ഛിദ്രമില്ലാതെ, ബ്രേക്കില്ലാതെ ഇങ്ങനെ മഴ പെയ്യും പോലെ ഇങ്ങനെ നിരന്തരമായി അനുഭവിക്കുന്ന അവസ്ഥയാണ് പറയുന്നത്. ആ അവസ്ഥയിലെത്തിയ യോഗിക്ക് തൻ്റെ മനസ്സിനെ മറ്റു വൃത്തികളിലേക്ക് പോകാതെ, വ്യുത്ഥാനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതെ സമാധിയിൽ തന്നെ സ്ഥിരമായി നിർത്തി അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതിനെയാണ് മഹാസമാധി എന്ന് പറയുന്നത്. ഈ മഹാസമാധിയിലേക്ക് പോകുന്ന സമയങ്ങളിൽ പലർക്കുള്ള ഡൗട്ടാണ്, അവർക്കൊരു റീബർത്ത് എന്നുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണോ? അതെ, പുനർജന്മമില്ല. മുക്തി വേറെ, പുനർജന്മം ഇല്ലാത്ത അവസ്ഥ വേറെയാണ്. മുക്തി എന്ന് പറയുന്നത് മനസ്സ് വൃത്തികളിൽ നിന്ന് മുക്തമായാൽ മുക്തനായി. പക്ഷെ അതുകൊണ്ട് പുനർജന്മം ഇല്ലാതാകുന്നില്ല. പുനർജന്മം ഇല്ലാതാവണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് സാധനയൊക്കെ നന്നായിട്ട് പരിപോഷിപ്പിച്ച് മനസ്സിലെ പിന്നെ ധാരാളം വാസനകളുണ്ട്. ബീജരൂപത്തിൽ നമ്മൾ ഉള്ളിൽ കുടിയിരിക്കുന്ന കുറേ വാസനകളുണ്ട്. അതും കൂടി കഴുകിക്കളഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ അവസ്ഥയിലെത്തിയ ഒരാൾക്ക് പിന്നെ പുനർജന്മമില്ല, അതവിടെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നില്ല. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സങ്കല്പമായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യോഗശാസ്ത്രത്തിന് അതിൽ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോൾ യോഗസൂത്രം എന്ന് പറയുന്നത് യോഗശാസ്ത്രത്തിൻ്റെ ഒരു പ്രാമാണിക ഗ്രന്ഥമാണ്. അതിൽ ആത്മാവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ മനസ്സിനെ കുറിച്ചാണ്. മനസ്സിൻ്റെ 2-3 തലങ്ങളെക്കുറിച്ചാണ്: അഹങ്കാരം, ബുദ്ധി, മനസ്സ്. അപ്പോൾ ഈ ബുദ്ധിയിലൂടെ ആണ് നമ്മൾ ഇന്ദ്രിയങ്ങളിൽ സംവേദനം ഉണ്ടാകുന്നത്, സുഖങ്ങൾ അനുഭവിക്കുന്നു, അറിയുന്നതും ഒക്കെ. അതെ. അപ്പോൾ അത് നമ്മളിരിക്കുന്ന ആ പരമമായിട്ടുള്ള ബോധത്തിലേക്ക് മനസ്സ് ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഈ മനസ്സാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. ആത്മാവ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് യോഗമാർഗത്തിൽ, ശുദ്ധമായ യോഗമാർഗത്തിൽ ഇല്ല. പിന്നെ ഈ ശരീരത്തെ ചേതോമയമാക്കി നിലനിർത്തുന്ന ഊർജ്ജമുണ്ട്, അതിനെ പ്രാണൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പ്രാണൻ, ഈ മനസ്സ്, ഇതൊക്കെ പരസ്പര ബന്ധിതമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് യോഗമാർഗത്തിൽ പ്രാണായാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നത്. പ്രാണനിലൂടെയാണ് മനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ഈ മനസ്സിൻ്റെ വാസനകൾ അടക്കി ഇങ്ങനെ ശുദ്ധമാക്കി നിർത്തി നിത്യമായ ആനന്ദത്തിൽ ലയിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു എന്നൊരു കൺസെപ്റ്റ് സത്യത്തിലില്ല.
പിന്നെ ഈ തന്ത്രശാസ്ത്രത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് ഈ ജീവാത്മാവ് ഉണ്ടെന്നും അതെ വരുന്നു ഒക്കെ വരുന്നത്. അതെ.